മീര വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു വെറൈറ്റി മുട്ടക്കറി ഉണ്ടാക്കി നോക്കാം. ഞാനിവിടെ സവാളയും തക്കാളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു പാൻ ഗ്യാസ് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തു. അത് ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനകത്തോട്ട് കുറച്ച് പെരിഞ്ജീരകം ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. വേറെ മസാലകളൊന്നും നമ്മൾ ചേർക്കുന്നില്ല, ഈ പെരിഞ്ജീരകം മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഞാനിവിടെ ഒരു 3 മീഡിയം സൈസ് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുത്തു. 2 പച്ചമുളക് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 2 അല്ലി വെളുത്തുള്ളി അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ഇത് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. എന്നിട്ട് നമുക്കിതിന് ആവശ്യമായിട്ടുള്ള മസാലക്കൂട്ടുകൾ ഇടാം. മസാലക്കൂട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രേ ചേർക്കുന്നുള്ളൂ. ഇതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി ഇതൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു 4 ചെറിയ തക്കാളിയാണ്. വലിയ തക്കാളിയാണെങ്കിൽ 2 മതി. ഞാൻ തീരെ ചെറുതായതുകൊണ്ട് 4 എടുത്തിട്ടുണ്ട്. അതും കൂടെ അരിഞ്ഞ് ഇതിനകത്തോട്ട് ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കപ്പോഴത്തേക്ക് നമുക്ക് മിക്സിയുടെ ജാറിനകത്തോട്ട് ഇതിനെ ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. എന്നിട്ട് നേരത്തെ വെച്ച പാൻ തന്നെ ഒന്നും കൂടെ ചൂടാക്കാം. അതിനകത്ത് നമ്മൾ വെളിച്ചെണ്ണയൊന്നും ഒഴിക്കേണ്ട. ഈ ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ഇതിനകത്തോട്ട് ഒഴിച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ നമുക്കിതിനകത്തോട്ടിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിക്കാം. കടുവൊന്നും മറക്കണ്ട, നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് കിട്ടുന്നത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല അസാധ്യ ടേസ്റ്റാണ്. നമ്മൾ വേറെ ഒരു മസാലക്കൂട്ടും ഒന്നും ചേർക്കുന്നില്ല, ആകെ ചേർത്തത് ആ ഒരു പെരിഞ്ജീരകം തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ തന്നെ നല്ല ടേസ്റ്റാണ്. എൻ്റെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.